കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ ദന്തൽ കോളേജിന്റെ ഉടമകൾ ആരോപണ വിധേയർ. എം.എ. അബ്ദുൾ ജബ്ബാർ ചെയർമാനായ പ്രസ്റ്റീജ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ കീഴിലാണ് കോളേജ്. ഭൂമി കയ്യേറിയതിനും തരം മാറ്റിയതിനും വ്യാജരേഖ ഉണ്ടാക്കിയതിനും അനധികൃത പണമിടപാടിനും അടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് ചെയർമാൻ എം.എ. അബ്ദുൾ ജബ്ബാർ. സി കെ വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. സി കെ വിജയൻ, രാവിലെ തന്നെ വളരെ നിർണായകമായ ചില വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കിട്ടുന്നത്. ഒരുപാട് വ്യാജരേഖ കേസുകളിലടക്കം പല കേസുകളിൽ പ്രതിയായ ചെയർമാൻ നടത്തുന്ന ഒരു കോളേജാണ് ഇത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ സി കെ വിജയൻ പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. ദുരൂഹമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കോളേജ്. വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായും ദുരൂഹം എന്ന് തന്നെ പറഞ്ഞാൽ പോരാ, അതിനപ്പുറത്തേക്ക് കൂടി കടുത്ത ഭാഷ ഉപയോഗിക്കേണ്ടതാണ്. പക്ഷേ ആത്യന്തികമായി ഇതൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് എന്ന ഒരു പരിഗണന എല്ലാ തരത്തിലും എല്ലായിടത്തും നൽകേണ്ടതുണ്ട് എന്നുകൂടി പരിഗണിച്ചാണ് അത്രമാത്രം ലളിതമാക്കിയത്. സത്യത്തിൽ ഏതാണ്ട് 10 വർഷത്തിലധികം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ഈ അഞ്ചരക്കണ്ടിയിലുള്ള ദന്തൽ കോളേജ് കഴിയുന്ന സ്ഥലം, അല്ലെങ്കിൽ ദന്തൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഉള്ള സ്ഥലം ഒന്നാം തരം കയ്യേറ്റമാണ് എന്ന ഒരു വിധി, കോടതിയുടെ വിധി ഈ സ്ഥലത്തുണ്ട്. ഇത് ഒഴിപ്പിച്ച് ഇവരെ അവിടെ നിന്ന് മാറ്റി ഇത് സർക്കാരിലേക്ക് നിക്ഷിപ്തമാക്കേണ്ട ഭൂമിയാണ്. അതിന് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഹൈക്കോടതി അനുവദിച്ച സമയം 1 വർഷമാണ്. ആ 1 വർഷത്തിനുള്ളിൽ ഇത് ഒഴിപ്പിക്കണം, ഇവരെ നിന്ന് ഇവിടുന്ന് തുരത്തണം എന്നാണ് യഥാർത്ഥത്തിൽ ആ വിധിയിലുള്ളത്. പക്ഷേ ചില സാങ്കേതികമായ നൂലാമാലകളിൽ നമുക്കറിയാം, കോടതികളിൽ ഉപയോഗിക്കുന്ന ചില തന്ത്രങ്ങളുണ്ട്. അതിന്റെ രേഖകൾ കണ്ടെത്തുക, അതിൽ കൂടുതൽ വിശദാംശങ്ങൾ വേണം, സമയം വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് അത് ഇങ്ങനെ തട്ടിമുട്ടി നീട്ടിക്കൊണ്ടുപോവുകയാണ് ഈ ജബ്ബാർ ഹാജിയും സംഘവും. ഇനി നമുക്ക് ഈ പ്രസ്റ്റീജ് എഡ്യൂക്കേഷൻ ട്രസ്റ്റിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ആരതാണ് ഈ ട്രസ്റ്റ് എന്ന് ചോദിച്ചാൽ തമാശയാണ്. അത് ഈ എം.എ. ജബ്ബാർ ഹാജി, അതായത് ജബ്ബാർ ഹാജി എന്നറിയുന്ന അബ്ദുൾ ജബ്ബാറും അതോടൊപ്പം അദ്ദേഹത്തിന്റെ മകളും പിന്നെ സുഹൃത്തുക്കളൊക്കെ അടങ്ങിയ ഇയാൾക്ക് പൂർണ്ണ നിയന്ത്രണമുള്ള ഒരു സ്ഥാപനമാണിത്. കുട്ടികൾക്ക് ഏതെങ്കിലും രീതിയിൽ ആവശ്യം വരികയോ അല്ലെങ്കിൽ മാനേജ്മെന്റുമായി ബന്ധപ്പെടുകയോ ചെയ്യേണ്ടി വന്നാൽ ആ ഏരിയ മുഴുവൻ ബ്ലാങ്കാണ്. അവിടെ ആരുമില്ല. ഉള്ളത് ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡും അതോടൊപ്പം തന്നെ ഒരു പ്രിൻസിപ്പലുമാണ്. ഇദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾ നടത്തുന്ന രീതി, ആരാണോ അതിന്റെ തലവൻ അയാളെ പൂർണ്ണമായും ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ആ രീതിയിൽ ഏൽപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തുന്നത്. മോദി ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരുപക്ഷെ. ഇന്നലെ പറയുമ്പോൾ നമുക്ക് മാനേജ്മെന്റിന്റെ പ്രതിനിധിയെ കാണണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരാളെ ഇന്നേ വരെ, ഒരു MD-യെയോ ചെയർമാനെയോ നമുക്ക് ഇന്നേ വരെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ജബ്ബാർ ഹാജിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ എത്ര കേസുകൾ ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മുടെ കയ്യിലുള്ള കേസുകൾ പ്രകാരം തന്നെ ഒന്നാമത്തെ കേസ് ഭൂമി കയ്യേറ്റമാണ്. ഈ അഞ്ചരക്കണ്ടി കറുപ്പത്തോട്ടം യഥാർത്ഥത്തിൽ കയ്യേറി തരം മാറ്റി അത് തോട്ടഭൂമിയല്ല കരഭൂമിയാണ് എന്ന് വ്യാജരേഖയുണ്ടാക്കി കോടതിയിൽ സമർപ്പിക്കുകയും ഇത് കയ്യേറുകയും ചെയ്ത ആളാണ്. അത് മാത്രവുമല്ല, ലാൻഡ് സീലിംഗ് ആക്ട് ഉണ്ട്. 15 ഏക്കറിലധികം ഭൂമി ഒരാൾക്ക് കൈവശം വെക്കാൻ പാടില്ല എന്ന്. ആ നിയമവും അദ്ദേഹം ലംഘിച്ചിട്ടുണ്ട്. ഭൂമി വാങ്ങി അത് തരം മാറ്റി അത് മുറിച്ച് അദ്ദേഹത്തിന്റെ മകനും മകൾക്കും എല്ലാം തന്നെ വീതം വെച്ച് നൽകി അങ്ങനെ ഈ കൃത്രിമം നടത്തിയ ഒരാളാണ്. അതിന് പുറമെ തന്നെ നേരത്തെ അവിടെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു. ആ മെഡിക്കൽ കോളേജിൽ കൃത്രിമം നടത്തിയതിന് പേരിൽ ഒരുപാട് സിവിലും ക്രിമിനലുമായ കേസുകളുണ്ട്. അവിടെയുള്ള അധ്യാപകരുടെ നിയമനം ഉൾപ്പെടെ, രോഗികളെ അവിടെ കാശ് കൊടുത്തു കൊണ്ടിരുന്നതിനുൾപ്പെടെ, അവിടെ മതിയായ സൗകര്യങ്ങൾ ഇല്ലാത്തതിന് വ്യാജമായി അധ്യാപകരെ വാടകയ്ക്ക് കൊണ്ടുവന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക്, ബോർഡിന്റെ പരിശോധനയ്ക്ക് മുമ്പിൽ ഹാജരാക്കിയത് ഉൾപ്പെടെ അങ്ങനെ പല കേസുകൾ. വളരെ ക്രമക്കേടുകളോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മാനേജ്മെന്റ് പ്രതിനിധികളാണെങ്കിൽ ക്രിമിനൽ കേസിലടക്കം പ്രതികളായവർ, ഇങ്ങനെയൊരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ വകുപ്പ് അനുവദിക്കുന്നു എന്നതാണ് ഏറ്റവും കൗതുകകരം. സി കെ വിജയൻ, തീർച്ചയായും അതെ. ഇതിനു വേണ്ടിയുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തിരിക്കുന്നത് ഇവിടെ ഉള്ള സർക്കാരുകളാണ്. അതിൽ LDF എന്നോ UDF എന്നോ എന്നൊന്നുമില്ല. ഇദ്ദേഹത്തിന്റെ പണക്കൊഴുപ്പിന് മുന്നിൽ വീണ ചരിത്രമാണ് ഈ സർക്കാരുകൾക്കും അതുപോലെ തന്നെ ഇത്തരം അധികാരികൾക്കും ഉള്ളത്. കോടതികളിൽ ഈ കേസ് നീട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഗവൺമെന്റിന്റെ പ്ലീഡർമാരും മറ്റും വേണ്ടതിൽ കൂടുതൽ സഹായം നൽകിയ അനുഭവങ്ങൾ നമുക്ക് തന്നെ ഉണ്ട്. ഈ കേസിൽ വിജിലൻസ് കേസ് നടത്തുന്ന സമയത്തും വിജിലൻസ് കേസിൽ പ്രതിയായ ആൾക്കാർക്കെതിരെ നടപടിയെടുക്കാതെ നീട്ടിക്കൊണ്ടുപോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഏറ്റവും അവസാനം അസന്നിഗ്ധമായി കോടതി വിധി വന്നിരിക്കുന്നു. ഇത് കയ്യേറ്റ ഭൂമിയിലാണ് എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇത് ഒഴിപ്പിക്കേണ്ടതാണ് എന്നുള്ളതും. അതിന്റെ നൂലാമാലകളിലേക്കാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. ഏറ്റവും അവസാനം 1 വർഷത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് കോടതി. ആ 1 വർഷം കൊണ്ട് ഒരുപക്ഷെ ഈ സമുച്ചയം എല്ലാം തന്നെ അവിടെ നിന്ന് മാറ്റേണ്ടി വരും. അത് കറുപ്പത്തോട്ടമായി ഒരുപക്ഷെ നിലനിർത്തേണ്ടി വരും, അല്ലെങ്കിൽ സർക്കാരിലേക്ക് നിക്ഷിപ്തമാക്കേണ്ടി വരും. അതുകൊണ്ട് തോട്ടം ഭൂമി തിരിച്ചെടുക്കുന്നതിനാവശ്യമായ പരിപാടികൾ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ ഒരു
ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ഇനി മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ കുട്ടികൾ ഇന്നലെ നമ്മൾ കൊടുത്തൊരു വാർത്തയാണ്. ഈ ആരാണ് ജബ്ബാർ ഹാജി എന്ന് ചോദിച്ചവർക്ക് അവർക്കറിയില്ല. ആരൊക്കെയാണ് അതിന്റെ ട്രസ്റ്റികൾ എന്ന് ചോദിച്ചാൽ അറിയില്ല. ആകെ അവർക്ക് മുന്നിലുള്ള ഒരാൾ ഒരു പ്രിൻസിപ്പലും ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡുമാണ്. പ്രിൻസിപ്പൽ ആണെങ്കിൽ 3 മാസം മാത്രമേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് കുട്ടികൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ആ ഉത്തരം നൽകി വിടുകയാണ്. അതുകൊണ്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ദുരൂഹമായ അല്ലെങ്കിൽ ഒരു റിമോട്ട് കൺട്രോളിൽ നിന്നും പ്രവർത്തിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത്. ഈ കോളേജ് പ്രവർത്തിക്കുന്നതിന് മറ്റെന്തെങ്കിലും വിദ്യാഭ്യാസ തലത്തിൽ പ്രൊഫഷണൽ കോളേജ് എന്ന തരത്തിൽ ഏതെങ്കിലും അംഗീകാരം ഇല്ലായ്മയോ അങ്ങനെ എന്തെങ്കിലും ക്രമക്കേടുകൾ ആ തരത്തിലുണ്ടോ ഈ കോളേജിന്? തീർച്ചയായും ഇതൊരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നു. മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു, ഡെന്റൽ കോളേജ് ഉണ്ടായിരുന്നു, നഴ്സിംഗ് കോളേജ് ഉണ്ടായിരുന്നു, അത്തരത്തിൽ ഫാർമസി കോഴ്സുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ വളരെ വിപുലമായ ഒരു വൻ സന്നാഹമായിരുന്നു ഇവിടെ തുടങ്ങിയത്. ഈ തുടങ്ങിയതിൽ ഓരോ ഘട്ടത്തിലും ഓരോ അംഗീകാരം നഷ്ടപ്പെട്ടാണ് ഇപ്പോൾ ഈ ഡെന്റൽ കോളേജ് മാത്രം പ്രവർത്തിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അവിടെ BBA ഉണ്ടായിരുന്നു, എഞ്ചിനീയറിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏതാണ്ട് 350 ഏക്കറിലധികം വരുന്ന ഈ തോട്ടഭൂമിയിൽ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ ടൂറിസത്തിന്റെ പേരിലുള്ള സ്ഥാപനങ്ങളും എല്ലാം തന്നെ തുടങ്ങിക്കൊണ്ടായിരുന്നു ജബ്ബാർ ഹാജി ഈ സ്ഥലത്തേക്ക് പ്രവേശിച്ചത്. അപ്പൊ ഈ സമയത്ത് ഓരോ സമയത്തും ഉണ്ടാകുന്ന ഓരോ പ്രതിബന്ധങ്ങളെയും അയാൾ തരണം ചെയ്ത മാർഗം എന്ന് പറയുന്നത് ഒറ്റ ഒരു മാർഗമാണ്, അത് പണത്തിന്റെ മാർഗമാണ്.